ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചേട്ടനോട് ചോദിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 3 ഷീറ്റോളം ഞാൻ 4 കൊല്ലമായിട്ട് എൻ്റെ ഞാൻ സൂക്ഷിക്കുന്നതാണ്. ചേട്ടനോട് അന്ന് ഞാൻ പണ്ട് 4 കൊല്ലം മുമ്പ് ചേട്ടൻ ഒരു വീഡിയോ വേണം എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പല സാഹചര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് 2 പേപ്പർ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് നമുക്ക് തുടങ്ങാം ഇനി ബാക്കി കാര്യങ്ങൾ. ചേട്ടാ, വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്വസ്റ്റ്യൻസിന് പ്രോപ്പറായിട്ട് ഉത്തരം തരാതെ ഞാൻ ധിക്കാരം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ ഓടാൻ ശ്രമിച്ചാൽ, ഇല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞോ? നിങ്ങൾ ധിക്കാരം പറയാന്ന് പറയുന്നത്, ധിക്കാരം പറയുന്നത് ക്രിമിനൽ ഒഫൻസ് അല്ല, അതൊരു ഒഫൻസ് അല്ല, മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഓടാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്സ്ട്രക്റ്റിംഗ് എ പോലീസ് ഓഫീസർ, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പം അവർ പുറകെ ഓടും, ടാക്കിൾ ചെയ്യും, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, എന്നിട്ട് ക്രിമിനൽ ചാർജ് ചെയ്യപ്പെടും. അതിക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അസോൾട്ട് ചാർജ് ആണ് വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ കൈകൊണ്ടാണോ അതോ നിങ്ങൾ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കതായ ഫോഴ്സ് അവർ തിരിച്ചു പ്രയോഗിക്കും. എന്നിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും, ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് 2 തരമുണ്ട്, ഗണ്ണും ഉണ്ട്, പിന്നെ നിങ്ങൾ ഷോക്ക് കൊടുക്കുന്ന സാധനങ്ങളും ഉണ്ടല്ലോ. അത് നോക്കിയിട്ടേ ഉള്ളൂ. ഗണ്ണ് അവിടെ മാരകായുധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇതും സേഫ്റ്റി നോക്കി നിങ്ങൾ മാറിയിട്ട്. ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിന് അവരുടെ എന്നാ പറയുന്നത് സംരക്ഷണത്തിന് കേടുവരുന്ന രീതിയിലാണെങ്കിൽ അവർക്ക് ആയുധം ഉപയോഗിക്കാനും അല്ല അതിനനുസരിച്ചുള്ള ബലം പ്രയോഗിക്കാനുള്ള അധികാരം ഇവിടുത്തെ നിയമപ്രകാരം വന്നിട്ടുണ്ട്. ഓക്കെ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ധിക്കാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മൾ വീഡിയോ വഴിയും കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അത് അറിയാം. അവർ തിരിച്ച് ചീത്ത പറയും, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ നമ്മൾ തിരിച്ച് ധിക്കാരമായ ഇപ്പം വേർഡുകളൊക്കെയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനത് ഇതായിട്ട് നിങ്ങൾ പോകും, നിങ്ങളുടെ പണി നോക്കി പോകും, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് വെർബലി ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലുള്ള പോലീസുകാരാണ് തീർച്ചയായിട്ടും നമ്മളെ അറസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിങ്ങളോട് തർക്കിച്ചാലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചുമ്മാ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന്. ഇല്ല, അങ്ങനെ ഇവിടെ നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം ഞാൻ ചീത്ത പറഞ്ഞു, പോലീസ് ചീത്ത പറഞ്ഞു, ഇല്ലെങ്കിൽ FIR വാക്കുകളൊക്കെ പറഞ്ഞു, ഞാൻ വണ്ടിക്കകത്തിരുന്ന് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതിനുള്ള ഓപ്ഷൻസ് ഉള്ള അങ്ങനെ ഇവിടെ ആരെയും അറസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് വണ്ടിക്കകത്ത് വെച്ച് എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ക്യാമറയുണ്ട്, നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാം. എനിക്ക് ഇപ്പം ഞാനകത്ത് വെച്ച് നിങ്ങൾ നുണ പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ ഇതിനു വേണ്ടി സെക്യൂരിറ്റി എനിക്ക് ഷൂട്ട് ചെയ്യാമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പോലീസ് പറഞ്ഞ് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് കൈ പുറകിലേക്ക് ബാക്കിലേക്ക് കെട്ടി മുട്ട് കുത്താൻ പറയും. അത് ഏത് സാഹചര്യത്തിലാണ് വരുന്നത്? അതെന്ന് പറയുന്നത് അവരുടെ കൺഫേം ആയിട്ട് അവരുടെ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടെന്ന് നമുക്ക് പോലീസുകാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസുകാർ അത് പറയും. കാരണം വെച്ചാൽ നമ്മളോട് മുട്ട് കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു റിയാക്ഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഒരുങ്ങുകയും ചെയ്യാം. ബിക്കോസ് അവര് മുട്ടിൽ നിന്ന് പൊങ്ങിയിരുന്ന സമയം കൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ കൂടുതൽ സമയം ഉണ്ടാകും. അതാണ് കാരണം. ചേട്ടാ, ഇനി അടുത്തുള്ളൊരു ചോദ്യം, മദ്യപിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ റാഷായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കഞ്ചാവൊക്കെ ഉപയോഗിച്ചപ്പോൾ കഞ്ചാവ് ഇവിടെ ലീഗലൈസ്ഡ് ആണല്ലോ. അപ്പം നമ്മുടെ ഒട്ടനവധി കുട്ടികൾ യുവാക്കളെല്ലാം കഞ്ചാവിലൊക്കെ പോയി പെടുന്നവരൊക്കെയുണ്ട്. തണ്ടർബയിലും പ്രത്യേകിച്ച് തണ്ടർബയിലൊക്കെയാണ് കൂടുതൽ കോളേജൊക്കെ ഉള്ളത്. അവിടെ ഒട്ടനവധി പേര് കുട്ടികളെ പോയി പ്രശ്നങ്ങളൊക്കെ പെട്ടതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന യൂത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞുതരാമോ? ഇങ്ങനെയുള്ള മദ്യപിച്ചും ഇല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കഴിഞ്ഞ 3-4 വർഷം മുമ്പ് വരെ ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു, ഡയറക്ട്ലി ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. ഇപ്പം പ്രൊവിൻഷ്യൽ ഒഫൻസിലേക്ക് മാറ്റി, അതായത് ക്രിമിനലായിട്ട് ചാർജ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വണ്ടി ഓടിച്ച് എന്തെങ്കിലും അഗ്രവേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അതായത് നമ്മൾ കൊളീഷനിൽ ഏർപ്പെടുക അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ക്രിമിനൽ ഒഫൻസിലേക്ക് പോകും. അതായത് പോലീസുകാരുടെ ഡിസ്ക്രിപ്ഷനാണ് അത്. അതായത് നമുക്കിപ്പം അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ പ്രൊവിൻഷ്യലിയാണ് ചാർജ് ചെയ്യപ്പെടുക. പക്ഷേ ഓൺ ദി സ്പോട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. 3 മാസം ശേഷമേ ലൈസൻസ് കിട്ടുകയുള്ളൂ. അതിന് എന്നാ പറയുന്നത് ആൽക്കഹോൾ ഉണ്ടോ എന്നറിയാനുള്ള മെഷീൻ വെച്ച് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റൂ. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പോയിന്റ്സ് പോകുന്ന കാര്യങ്ങളും ഒരു പ്രാവശ്യം നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ഇൻഷുറൻസ് 400 to 500% ഇൻക്രീസ് ചെയ്തു. ട്രിപ്പിൾ എന്ന് പറയുന്നത് മാന്യമായ കേസ് 5-6 വന്നവർക്കുണ്ട്. കാരണം വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി ലയബിലിറ്റി ആണ്. കാരണം നിങ്ങളിപ്പം വണ്ടി വെള്ളം ഓടിച്ച് റിസ്ക് ആണ്. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും വണ്ടി ഇടിപ്പിക്കുക അങ്ങനെ ചെയ്താൽ അത്രയും റിസ്ക് വരും. അത് കാരണം ഇൻഷുറൻസ് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇതിനിടയ്ക്ക് ജസ്റ്റ് പറഞ്ഞു വണ്ടിക്കകത്ത് മീറ്റർ ഘടിപ്പിക്കുകയും പിന്നെ വ്യക്തികളുടെ ശരീരത്തോ അങ്ങനെ മദ്യപിച്ചപ്പം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ക്രൈം ചെയ്യുന്നവർ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെറ്റാളതാണെന്ന് അറിയത്തില്ല. ഇവരെപ്പം ഇറങ്ങുന്നു
പിടിച്ചിട്ട് അവരെ പിന്നീട് കോടതി ശിക്ഷിക്കുമല്ലോ ചില കാര്യങ്ങൾ. അന്നപ്പോൾ അവരെപ്പോൾ ഇറങ്ങുന്നു ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോൾ ഇവരിറങ്ങുന്ന ബെൽറ്റ് പോലെയുണ്ടോ പിടിപ്പിക്കുന്നത്? അത് സീരിയസ് ക്രൈം കമ്മിറ്റ് ചെയ്തവർക്ക്, അത് ഹൗസ് അറസ്റ്റ് വരുന്നവർക്ക് ഇടുന്ന ഇതാണ്. അതായത് GPS ട്രാക്കറാണ്. അത് കാലിലിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറയും 24 ചിലർക്ക് ഹൗസ് അറസ്റ്റ് കൊടുക്കും. അങ്ങനെ ഹൗസ് അറസ്റ്റ് കൊടുക്കുന്നവർക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. അത് ഇറങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ട്രാക്കർ വെക്കുന്നത്. ചില സമയങ്ങളിൽ വണ്ടി സുരക്ഷിതമായിട്ട് ഓടിക്കുമ്പോഴും ചില സമയങ്ങളിൽ പോലീസുകാർ വന്ന് സംശയം പ്രകാരം അവർ വന്ന് നമ്മുടെ ലൈറ്റ് ഇട്ട് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു സംശയമാണ്. കൂടാതെ തന്നെ നമ്മുടെ മുന്നിൽ പോകുന്നവർ അവർ ഒരു മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവർ അപകടകരമായിട്ട് രീതിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല ഡ്രൈവർ എന്ന രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ. മറ്റൊരു ഡ്രൈവർ വളരെ അപകടമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 911 വിളിക്കാം. ചിലപ്പം ഓടിക്കുന്ന ആള് ഇംപയർഡ് ഡ്രൈവിംഗ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഹീസ് ഡ്രൈവിംഗ് ഡേഞ്ചറസ്ലി ഫോർ നോ റീസൺ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ 911 വിളിച്ച് അവർ പറയും സേഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ പുറകിൽ ഫോളോ ചെയ്യാം, സേഫ്ലി ഫോളോ ചെയ്യാം, പോലീസ് വരുന്നവരെ എന്ന് പറയും. അങ്ങനെ 911 വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഈ കഞ്ചാവ് വിളിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പറഞ്ഞല്ലോ മദ്യമയക്കുമായിരുന്നു. കഞ്ചാവ് പറ്റുമോ? ഓക്കെ, കഞ്ചാവ് പിടിച്ചല്ലോ. ചിലർ അപ്പൊ അങ്ങനെ കഞ്ചാവ് പിടിച്ച് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാലും ഇങ്ങനെ മങ്ങി പോകുന്നുണ്ടാലും വിളിക്കാം. ഓക്കെ ചേട്ടാ, നമ്മുടെ ഏകദേശം ഡ്രൈവിംഗുമായിട്ടുള്ള ബന്ധപ്പെട്ട് ബേസിക്സ് നീഡ്സ് ഒക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് വഴി ചോദിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റൻ ഇവിടെയുള്ള ആളാണ്, ഇവിടെയുള്ള എല്ലാ മേഖലയിലും ജസ്റ്റനുണ്ട്. ജസ്റ്റനെ നേരിട്ട് ചോദിക്കുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ ഡ്രൈവിംഗിൽ മാറി മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ചോദിക്കുകയാണ്. ചേട്ടാ, എന്താണ് 911? 911 എന്ന് പറയുന്നത് അത് എമർജൻസി വരുന്ന സമയത്ത് പോലീസ് ഫയർ ആംബുലൻസിനെ വിളിക്കാനുള്ള ഒരു നമ്പറാണ്. നമ്മുടെ നാട്ടിൽ 100 അതെങ്ങനെയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കഴിവ് നമ്മൾ പോലീസിനെ അവോയ്ഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്. സോ അതാണ് നമുക്ക് ഒഫീഷ്യലി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ 911 വിളിച്ചാൽ അവർ ചോദിക്കും ഫയർ ആംബുലൻസ് ഓർ ഫയർ പോലീസ് എന്ന് ചോദിക്കും. നമ്മൾ പറയുന്ന ആൻസർ അനുസരിച്ച് അവർ ഈച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ ഫോൺ റീഡയറക്റ്റ് ചെയ്യും. സോ 911 എന്ന് പറയുന്നത് അത് സ്റ്റാൻഡ് അലോൺ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്രൊവിൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ സിറ്റിയുടെ ആയിരിക്കാം. അതിൽ നിന്ന് ബ്രാഞ്ച് ചെയ്താണ് പോകുന്നത് ഫയർ, ആംബുലൻസ് അല്ലെങ്കിൽ പോലീസ്. ഓക്കെ. ഇതിനിടയ്ക്ക് ഞാനൊരു 8 തവണ ഞാൻ 911 ഈ 8 കൊല്ലത്തിനിടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം മേജർ ഇത് വലിയ പ്രശ്നങ്ങളല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ ചോദിക്കുന്നെങ്കിൽ പോലീസിന്റെ സേവനം മതിയോ, എമർജൻസിയുടെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതിപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പോലീസിന് സഹായം മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്? അതെയും കേസ് രാജ്യം വകുപ്പില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ വന്നാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇല്ലെങ്കിൽ എമർജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇംപയർഡ് ഡ്രൈവറിന്റെ പുറകെ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ ചുറ്റട്ടത്ത് 2-3 പേര് അടിയുണ്ടാക്കുന്നു, അതൊക്കെയാണ് എമർജൻസി. അതായത് ഇപ്പം കറക്റ്റ് വന്ന് പോലീസ് ഉടനെ വന്ന് റെസ്പോണ്ട് ചെയ്യണം. അല്ലാത്ത കാര്യങ്ങൾ നോൺ എമർജൻസിയിലേക്ക് അവർ റീഡയറക്റ്റ് ചെയ്യും. അതായത് ഇപ്പം നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ ഹൗസിൽ ബ്രേക്ക് ആൻഡ് എൻറ്റർ സംഭവിച്ചു, ഇന്നലെ രാത്രിയിലാണ് നിങ്ങൾ എണ്ണീച്ചപ്പോഴാണ് കണ്ടത് ഗരാജിൽ നിന്ന് കുറേ സാധനങ്ങൾ പോയി. അപ്പം പോലീസ് പറന്നു വരുന്നതുകൊണ്ട് അർത്ഥമില്ല, അത്രയും എമർജൻസി ലൈറ്റ്സ് ഇട്ട് വരേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ സംഭവം നടന്നു, ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വന്നെടുക്കാം. അപ്പം ആ ഒരവസ്ഥയിലാണ് അവർ നോൺ എമർജൻസി ആക്കി മാറ്റുന്നത്. ഇനി ചേട്ടാ, എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ഞാൻ വഴിയെ പോകുന്ന ആളുമായിട്ട് വാക്കുതർക്കം ഏർപ്പെട്ടു, തെറി പറയുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഇല്ലെങ്കിൽ ചീത്ത പറയുന്നത് കൊണ്ട്, ഞാൻ ഒച്ച വെക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല, അതൊരു ക്രൈമല്ല, അതിന് പോലീസ് വിളിച്ചിട്ട് കാര്യവുമില്ല. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, ആ ആളുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അതൊരു അസൾട്ടായി. ഒപ്പം തന്നെ എനിക്കത് ആ വ്യക്തിക്ക് ഇപ്പം ഞാൻ ചേട്ടൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അതൊരു അസൾട്ടായി, ഇല്ലെങ്കിൽ ഇതായി. അപ്പം അതിന് വേണമെങ്കിൽ എനിക്ക് പോലീസിന് സഹായം ചോദിക്കാൻ പറ്റുമോ, അതോ വെർബലി എന്ന് പറഞ്ഞുതരാമോ? 100%. നമ്മൾ ഒരാളുടെ അസോൾട്ട് ആകെ നമ്മൾ ഒരാളുടെ ദേഹത്ത് തൊടണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ചുമ്മാ ഫേക്ക് ഒരു പഞ്ച് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു, അപ്പം ആ ആൾ പെട്ടെന്ന് പുറകോട്ട് മാറാൻ ശ്രമിച്ചു, ഐസ തന്നെ തലയടിച്ച് വീഴുകയാണെങ്കിൽ, എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മുടെ ആക്ഷൻ കൊണ്ടാണ് ആ പുള്ളിക്ക് അത് സംഭവിച്ചത്. നമ്മൾ ഡയറക്റ്റ്ലി ചെയ്തിട്ടില്ല. ഇനിയും വേഴ്സ് കം വേഴ്സ് പുള്ളി താഴെ വീണ് തലയടിച്ച് മരിക്കുകയാണെങ്കിൽ നമ്മളെ കൊലപാതകത്തിന് വരെ ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അസോൾട്ട് എന്ന് പറയാൻ നമ്മൾ നേരിട്ട് വരണമെന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾ വണ്ടിയെ ഒരു പെഡസ്ട്രിയൻ നടന്നു പോകാം, നമ്മൾ വാക്ക് തർക്കം ഉണ്ടായ ശേഷം പെട്ടെന്ന് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ പുള്ളി പെട്ടെന്ന് റോഡിലോട്ട് ചാടി മാറി ഒരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻ കൊണ്ടാണ് അത് സംഭവിച്ചത്. അങ്ങനെയും വരാം.
ഓക്കെ, പക്ഷെ വെർബലി എനിക്ക് പറയാം അല്ലേ? വെർബലി നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, റോഡിന് അടുക്കിൽ നിന്ന് അല്ലെങ്കിൽ സൈഡ് വാക്കിൽ നിന്ന് കണ്ടമാനം പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തെറി വിളിക്കുകയാണെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഡിസ്റ്റർബിങ് ദ പീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിന്റെ പേരിലും ചാർജ് ചെയ്യപ്പെടാം. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോസിൽ നമുക്ക് വഴിയെ എനിക്കിപ്പം ഇതുവഴി പോകുമ്പം ഞാനൊരു മൈക്കിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ സ്പീക്കർ വെച്ച് ടൗണുകളിലെല്ലാം എനിക്ക് എൻ്റെ ഉള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മൈക്ക് വഴി പറയാൻ പറ്റുമോ? ഫ്രീഡം ഓഫ് സ്പീച്ച് പല ആൾക്കാരും ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രസ് ചെയ്യുമ്പം മറ്റുള്ളവരെ അത് സാരമായിട്ട് ബാധിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ രാത്രി 12 മണിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചാന്ന് പറഞ്ഞ് മൈക്ക് വെച്ച് ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരുടെ പീസ്ഫുൾ എൻജോയ്മെൻ്റ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഡിസ്റ്റർബിങ് ദ പീസ് എന്ന സെക്ഷനിലൂടെ ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു വാണിംഗ് ഇല്ലെങ്കിൽ വാണിംഗ് നൽകില്ല, അല്ല ഒറ്റടിക്ക് വന്ന് ഇത് ചെയ്യില്ല, നിങ്ങൾ ഇങ്ങനെ ഒച്ച കുറയ്ക്കണം. ഡിപ്പെൻഡിങ് ഓൺ ദ സീരിയസ്നെസ്, അതായത് എന്ത് സീരിയസ്നെസ് എന്ന് പരിഗണിച്ചാണ് അത് ചെയ്യാൻ തരുന്നത്. ഓക്കെ. ഇനി എൻ്റെ ഒരു ചോദ്യം, എന്താണ് ശരിക്കും ഇവിടെ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസുകാരുടെ ഇതിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രിമിനൽ ഒഫൻസ്. ഇറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ദ ക്രിമിനൽ കോഡ് ഓഫ് കാനഡ. ഓക്കെ, ഓരോ ക്രൈം ലെവലിന് ഓരോ ഡിഗ്രീസ് അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ. നമ്മുടെ ഇവിടെ പൊതുവെ സമ്മറി കൺവിക്ഷൻ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, ഇൻഡയക്റ്റബിൾ ഒഫൻസ് ഉണ്ട്. ഇൻഡയക്റ്റബിൾ ഒഫൻസ് ആണ് പൊതുവെ ഒരു ക്രൈമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ്. ഓക്കെ, എങ്ങനെ ഒരു കേസ് കൊടുക്കാം? ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, ഇപ്പോൾ ആളെ കാണാനില്ല, എന്നെ ഉപദ്രവിച്ചിട്ട് പോയി, അപ്പോൾ എങ്ങനെ എനിക്ക് ആരെ സമീപിക്കാം? ഏത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോകണം? എൻ്റെ നെയ്ബറിലുള്ള അതൊന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ നാട്ടിലെ പോണക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കണക്ക് എമർജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് 911 വിളിക്കാം, അല്ലെങ്കിൽ ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നോൺ എമർജൻസി നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ സീരിയസ്നെസ് അനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യും ഇന്ന ടൈമിൽ. ഓക്കെ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഇപ്പം വരുന്ന ന്യൂ കമേഴ്സിന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും കനഡിയൻ ഇത് പ്രൊനൗൺസ് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. അപ്പം എനിക്ക് ഒട്ടനവധി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതേപടി തന്നെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റർ സഹായം നമുക്ക് ആവശ്യപ്പെടാവുന്നത്? കഴിവതും നമ്മൾ പോലീസ് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ മലയാളികൾ കുറവാണ്. നിങ്ങൾ വിളിക്കുന്ന പോലീസ് സേനയിൽ ചിലപ്പോൾ മലയാളം സംസാരിക്കുന്ന ആളുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല എങ്കിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുടെ സഹായം ട്രാൻസ്ലേഷന് വേണ്ടി കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമുക്കൊരു അഡ്വക്കേറ്റിനെ വെക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ലോ ഇൻകം ആണ്, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കേസിന്റെ ഫോളോ അപ്പ് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അപ്പോൾ നിങ്ങളാണ് പരാതിക്കാരനെങ്കിൽ ലോയറിനെ നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറെ കിട്ടും, ക്രൗൺ ലോയർ എന്ന് പറയും. പക്ഷെ നിങ്ങളാണ് ഡിഫൻസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളാണ് ചാർജ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലോയറിനെ വെക്കണം. നിങ്ങൾക്ക് ലോ ഇൻകം ആണെങ്കിൽ നമുക്ക് ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ലീഗൽ എയ്ഡ് അല്ലേ? ലീഗൽ എയ്ഡ്. ഓക്കെ, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് എതിരെയുള്ള ക്രൈംസ് കാറ്റഗറി ഇപ്പം ഒട്ടനവധി കുട്ടികൾക്കെതിരെ വരുന്നതുണ്ട്, ചൈൽഡ് അബ്യൂസ് ഉണ്ട്, അത് പബ്ലിക്കലി ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. വീട്ടിലാണ് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തല്ലും ഉപദ്രവിക്കും, ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നാട്ടിൽ ചെയ്യും. പക്ഷെ ഇവിടെ എനിക്കത് അറിയത്തില്ല ഇവിടെ എങ്ങനെയൊക്കെ അത് ഉണ്ട് എന്നും. രണ്ടാമത് അബ്യൂസ്, സ്കൂളുകളാണെങ്കിൽ ബുള്ളിങ്, സെക്ഷലി അബ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാലും പിള്ളേരുടെ കാര്യത്തിൽ എങ്ങനെയാണ് പോലീസ് സേവനം കൊടുക്കുന്നത്? സെയിം തന്നെ, ക്രിമിനൽ ഒഫൻസ് തന്നെ. ഇപ്പം പിള്ളേരെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രിമിനലി ചാർജ് ചെയ്യപ്പെടാം. അപ്പം അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്രിമിനലി ചാർജ് ചെയ്യപ്പെടാം. ക്രിമിനൽ കോഡ് പ്രകാരം നമ്മൾ മാതാപിതാക്കളെ ഡിസിപ്ലിൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ സാധനങ്ങൾ വെച്ച് ഒരു കാര്യമില്ലാതെ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് ക്രിമിനൽ കോഡ് ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ സെക്ഷൽ അബ്യൂസ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത് സീരിയസ് ഒഫൻസ് തന്നെയാണ്, അതും ക്രിമിനൽ ഇത് തന്നെയാണ്. പിന്നെ ഈവൻ പിള്ളേർക്ക് നല്ലപോലെ നോക്കാതെ, ഭക്ഷണം കൊടുക്കാതെ അവരെ ചിലരും പൂട്ടിയിട്ട് വളർത്തുന്ന എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള വരുന്ന ചൈൽഡ് യൂത്ത് ഫാമിലി എൻഹാൻസ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ പ്രത്യേക ആക്ടുകളൊക്കെ ഉണ്ട്. അതായത് കൊള്ളുന്ന തന്നെ പറഞ്ഞ പ്ലേസിങ് എ ചൈൽഡ് ഇൻ നീഡ് ഓഫ് ഇന്റർവെൻഷൻ, അതായത് മറ്റൊരാളുടെ ഇന്റർവെൻഷൻ ആ ചൈൽഡിന് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട്. അതും ചാർജ് ചെയ്യപ്പെടാം. അതിന്റെ സിവിയോറിറ്റി അനുസരിച്ച് ചിലപ്പം കുട്ടികളുടെ കസ്റ്റഡി വരെ നഷ്ടപ്പെട്ടു പോവാം. ഇവര് സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് സ്കൂളിൽ, അല്ലെങ്കിൽ നമുക്ക് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് നെയ്ബേഴ്സ് ഒക്കെ ആണെങ്കിലും അവർ കംപ്ലൈന്റ് ചെയ്ത് പറയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെയുള്ള അടുത്തൊരു ചോദ്യം, ഫാമിലി ഇഷ്യൂസ്, ഇല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളുണ്ടാകാം, ശൈലീപദ്രവം വരാം, ഗാർഹികമായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ
പോലീസുകാരുടെ സഹായം ചോദിക്കാം. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ള അല്ലെങ്കിൽ ഇവിടെ സെക്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ നാട്ടിലെ പോണക്കല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോൾട്ട് പോലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. എസ്പെഷ്യലി ഡൊമസ്റ്റിക് അസോൾട്ട് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഇവിടെ പോലീസ് എടുക്കുന്നത്. പല മലയാളികളെയും എനിക്കറിയാം, ഒന്ന് രണ്ട് പറഞ്ഞ് പല കാരണങ്ങൾക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായി ഒരു പ്രാവശ്യം അടിച്ചു, കിട്ടിയവന് ഒരു പ്രാവശ്യം കിട്ടിയവളെ അടിച്ചു. അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് താമസിക്കാൻ പറ്റത്തില്ല. 6 to 8 മാസം കോടതി അതിന് തീരുമാനം കൽപ്പിക്കുന്നവരെ താമസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലർക്കും വാടക വീട്ടിൽ താമസിക്കുന്ന ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട് പോണക്കല്ല ഇവിടെ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കാം, അയൽക്കാർ പോലീസിനെ വിളിക്കാം, പോലീസ് വരാം, ചിലപ്പോൾ അവർ സംസാരിക്കാം. അതിൽ ക്രിമിനലല്ല, വെർബൽ ക്രിമിനലല്ല. പക്ഷേ ഫിസിക്കൽ ഒരു ഉന്തോ ഒരു തള്ളോ ഒരടിയോ അതുപോലും ഇന്നത്തെ ഈ നാട്ടിൽ അത് സീരിയസ് ആയിട്ട് തന്നെ പോലീസ് എടുക്കും. കൂടാതെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒട്ടനവധി ഭാര്യ ഭർത്ത ബന്ധങ്ങൾ പെട്ടെന്ന് ഡൈവേഴ്സ് ആകുന്നു. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങുകൾ ഇങ്ങനെ കൊടുത്ത് നമ്മുടെ ബന്ധക്കാരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, അങ്ങനെ നമ്മളെ കൂട്ടി നിർത്താൻ പരമാവധി നോക്കും. എന്നാൽ ഇവിടെ പെട്ടെന്ന് ഡൈവേഴ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പലർക്കും ഇത് അറിയാൻ മേലാതെ കൂടുതൽ അതിലേക്ക് പോകും, പെട്ടെന്ന് അങ്ങനെ ഡൈവേഴ്സിലേക്ക് പോകുന്നു എന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതായത് തെറ്റായുള്ള ധാരണയൊന്നും എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഡൈവോഴ്സ് എന്ന് പറയുന്നത് സിവിൽ ലോ ആണ്. നമുക്ക് പോലീസുകാർ ഞങ്ങൾ അതിൽ ഇടപെടാറില്ല. നമ്മുടെ ഒരു സെക്ഷൻ അല്ല. അതിപ്പം ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോണൊക്കെ എല്ലാം സഹിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവര് പിരിഞ്ഞു പോകാന്നൊരു ഒരു കൺസെപ്റ്റാണ് ഇവിടെ എംബ്രേസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം സഹിച്ചു ജീവിക്കുന്ന ഒരു ചിന്താഗതി ഒന്നും അല്ല ഇവിടെ. അതൊരു കൂടുതലും ചിന്താഗതി മാറുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ചിന്താഗതിയുടെ പ്രശ്നമാണ്. ഇവിടുത്തെ ജീവിത സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒഫീഷ്യലി എനിക്ക് സംസാരിക്കുന്നതേയില്ല. കാര്യം വെച്ചാൽ അത് സിവിൽ മാറ്ററാണ്. നമ്മൾ പോലീസുകാർ അതിൽ ഇടപെടാറില്ല. ഓക്കെ. പിന്നെ ചേട്ടാ, കൂടുതലും ഇവിടെ ഒരു ന്യൂ ഇമിഗ്രൻ്റ് എന്ന നിലയ്ക്ക് ആയിക്കോട്ടെ, പഴമക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഒരു ജീവിത സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ഈ കാലഘട്ടത്തിൽ, ഈ 2025, 2026 കാലഘട്ടത്തിൽ കൂടുതൽ ജോലിയുടെ സിസ്റ്റം പലർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചൈൽഡ് കെയർ, രണ്ടാമത് ഇത് സ്ട്രെസ്സുകൾ, ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ മനുഷ്യൻ പല രീതിയിലേക്കും ഭാര്യ ഭർത്ത ബന്ധം, കുട്ടികളുടെ ബന്ധം ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ചേട്ടൻ ഇപ്പം നിലവിൽ 13 കൊല്ലമായി പോലീസിൽ സർവീസ് തുടങ്ങിയിട്ട്, ഒപ്പം തന്നെ ഫാമിലിക്ക് ആയിക്കോട്ടെ, യൂത്തിനായിക്കോട്ടെ, എന്താണ് ഇവിടുത്തെ സിസ്റ്റമായിട്ട് പ്രത്യേകിച്ച് അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ചേട്ടന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ എക്സസൈസ് വേണം, ചില കാര്യങ്ങളിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വേണം, കാരണം നമ്മളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പറഞ്ഞു തരാമോ? അപ്പം നമ്മൾ ചെയ്യേണ്ട കാരണം വെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുതൽ എൻഗേജ് ആയിട്ടിരിക്കുക. എല്ലാവരുമായിട്ടും വേണ്ട, നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരുമായിട്ട് കമ്പനിയായി നിൽക്കുക, വിസിറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക. ജോലിയേന്ന് മാത്രം വന്നിട്ട് വീട്ടിൽ വന്ന് താമസിക്കാതിരിക്കുക. നമ്മൾ ഗൾഫല്ല. ഞാൻ കേട്ട് വെച്ചിരിക്കുന്ന ഒരു ചിന്താഗതി അതാണ്, പൈസ ഉണ്ടാക്കണം, വേറൊന്നുമില്ല. ഇവിടെ എന്തിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പറഞ്ഞാൽ സാർ, നിങ്ങൾക്ക് സിനിമ കാണാൻ പോകാം, നിങ്ങൾക്ക് ടൂർ പോകാം, കമ്മ്യൂണിറ്റി ബാർബിക്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. കഴിവതും ഒരു എൻഗേജ്ഡ് ആയിട്ട് ജീവിക്കുന്നതായിരിക്കും വളരെ നല്ലത്. പല ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടൻസ് ആണ് ഫാമിലി, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഗൾഫ് പോകണക്കല്ല, നമുക്കിവിടെ കൂടുതൽ ഫ്രീഡം ഉണ്ട്. അത് ഉപയോഗിക്കുക, അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക.